നമ്മൾ ഇമോഷണൽ റെസിപ്രോസിറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള റെസിപ്രോസിറ്റിയാണ്. അതായത് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം, രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല പോലെ സംസാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് എത്രമാത്രം ഒരു ഓപ്പൺ സ്പേസ് രണ്ടു പേർക്കും കൊടുക്കുന്നുണ്ട് എന്നത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള റെസിപ്രോസിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും എന്തും പറയാം എന്നുള്ള ഒരു ധൈര്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വാംത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ വാംത്ത് ഉണ്ടെങ്കിലേ നമ്മളായിട്ട് നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഞാൻ എന്നെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ അത് ജഡ്ജ് ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു മ്യൂച്വൽ അഹംഭാവങ്ങളില്ലാതെ, വളരെ എന്താ പറയുക, ഒരു 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 വെച്ചുകെട്ടലുകളൊന്നും ഇല്ലാതെ അവനവനായിട്ട് തന്നെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു ഓപ്പൺ ഡയലോഗ് അവിടെ ഓപ്പൺ ആകും. ഈ ഒരു സ്കില്ല് അത്ര എളുപ്പമല്ല നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്കത് എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി, ഇത് നമ്മുടെ വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരേണ്ട ഒരു കാര്യമാണത്. ലൈഫിൽ നല്ല മീനിങ് ഫുള്ളായിട്ടും ഡീപ്പർ കണക്ഷൻസും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വിഷയം വളരെ നല്ല ഒരു ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. പലപ്പോഴും നമ്മൾ കപ്പിൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്കോ ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിനും ഈ ഒരു ഡ്രൈവ് കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഇല്ലാണ്ട് പോകാറുണ്ട്. തെറ്റല്ല, നമ്മളത് ഡിസ്കവർ ചെയ്തെടുക്കുക, എക്സ്പ്ലോർ ചെയ്തെടുക്കുക. അതെങ്ങനെയാണ് പറ്റുകയെന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറിയ കുറുക്കുവഴി എന്ന് പറയുന്നത് നല്ലൊരു ലിസണർ ആവുക. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പാർട്ട് 1 ഇത് പറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്കൊന്ന് കേട്ടു കണ്ടു എന്നൊരു ഫീല് കേൾക്കപ്പെടുന്ന ആൾക്കുണ്ടാവും. ആ ഒരു കാര്യം ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ജയപരാജയങ്ങളുടെ ഒക്കെ അപ്പുറത്ത് ഇതൊരു ചോയ്സാണ് കേട്ടോ. ഇതൊരു നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിലും മനുഷ്യന്മാർക്ക് ജീവിച്ചുകൊണ്ടൊക്കെ പോകാം. പരാതികളും പരിഭവവും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്രയും ആക്റ്റീവായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്ത് തന്നെ ജീവിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഉണ്ടെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻസ് ആളുകളുമായിട്ട് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ എല്ലാ പേഴ്സണാലിറ്റിയിലുള്ളവർക്കും ഇതൊരു പെട്ടെന്നങ്ങ് വരില്ല. ചിലപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലർക്കിത് വളരെ ഈസി ആയിട്ട് ചിലർക്ക് വരും, വർക്ക് ചെയ്യും. ചില ആൾക്കാർക്ക് ഇത് കുറച്ച് സമയമെടുത്ത് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടിയും വരും. ഈ ഒരു റെസിപ്രോസിറ്റി എന്ന് പറയുന്ന കാര്യം ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പേഴ്സണൽ റിലേഷൻഷിപ്സിലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് പലപ്പോഴും പലരും അത് ഇടാറുള്ളത് അവരവരുടെ പ്രൊഫഷണലായിട്ടുള്ള ഏരിയാസിലാണ്. ചിലപ്പോൾ പ്രൊഫഷണലി ഒരാൾ വളരെയധികം നന്നായി റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷെ അന്നത്തെ സെയിം ടൈം അയാളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ അയാൾക്കതിന് റെലവൻസ് തോന്നില്ല. ഒന്നും പറയാനില്ല. അതൊരു തരം എന്താ പറയുക, നിസ്സഹായാവസ്ഥയാണത്. അത് ചിലപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവില്ല. ചിലപ്പോൾ ചുറ്റുമുള്ളവർക്ക് അത് മനസ്സിലാവും. ജോലി സ്ഥലത്ത് റെസിപ്രോസിറ്റി കൂടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതൊരു ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇമേജിനൊക്കെ കുറേ കൂടി ഒരു ഗ്ലോറിഫിക്കേഷനൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആസ് എ എക്സ്പേർട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൂടുതലും നമ്മുടെ പേഴ്സണൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നമുക്ക് കൂടുതലും റെസിപ്രോസിറ്റിയുടെ ആവശ്യം വരുന്നത്. ഇറ്റ്സ് എ ഡെയിലി ഡോസ്. സ്വന്തമായിട്ട് തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് വരാവുന്നതാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു, നമ്മൾ നന്നായി ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ, നമ്മളെ വേണ്ടപ്പെട്ട റിലേഷനിലുള്ളവരെ വളരെ മാന്യമായിട്ട് യാതൊരു തരത്തിലും ജഡ്ജ്മെൻറ്റ്സും ഇല്ലാതെ അവരെ അവരവരായിട്ട് തന്നെ ഉൾക്കൊള്ളുകൊണ്ട് ശ്രദ്ധിക്കുക, കേൾക്കുക. അത് എളുപ്പമല്ല. അത് കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും തെറ്റല്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും കൗൺസിലറുടെ അടുത്ത് നിങ്ങൾക്ക്
പോയിട്ട് ഇത് ഈ ഒരു കാര്യത്തിനകത്ത് നിങ്ങൾക്ക് പേഴ്സണലി വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിലവിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ജീവിതമൊക്കെ സ്മൂത്തായിട്ട് പോകണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും. എങ്കിലും ഈ ഒരു റെസിപ്രോസിറ്റി പ്രശ്നം പാർട്ട്ണർ നിങ്ങളോട് ഇടയ്ക്കെങ്കിലും പറയുകയോ അല്ലെങ്കിൽ വേറെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ട്രയൽ ചെയ്തെങ്കിലും നോക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് എനിക്ക് ഈ മേഖലയിൽ ഒന്ന് വർക്ക് ചെയ്യണം, ഞാൻ കുറച്ചൊരു ബാക്കിലേക്കാണ്, ഇമോഷണലായിട്ട് ഞാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു എന്നുള്ളൊരു ഡിസ്കഷൻ ആവാം. ഒരു പ്രൊഫഷണൽ ഡയലോഗ് എപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നതിലും തെറ്റില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഈ 3 പാർട്ടും കണ്ട ഏവർക്കും നന്ദി.